മന്ത്രിസഭ രൂപീകരിക്കുന്ന തിരക്കിലാണ്. BJP അല്ല, NDA എന്ന് പറയുന്ന സഖ്യം മന്ത്രിസഭ രൂപീകരിക്കുന്നതിന്റെ തിരക്കിലും ചർച്ചയിലുമാണ്. വലിയ രീതിയിലുള്ള വിലപേശലുകൾ നടക്കുന്നു. ഈ വേളയിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് NRC എന്ന് പറയുന്ന നിയമം എങ്ങോട്ട് പോയി എന്നുള്ളത്. NRCയും യൂണിഫോം സിവിൽ കോഡും ഒക്കെ എവിടെ പോയി, പൗരത്വ ബില്ല് എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളാണ് നിലവിൽ എല്ലാവരും ഉന്നയിക്കുന്നത്. അതിനി വരുമോ എന്നുള്ള ഒരു ആശങ്കയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ഇനി എന്നാണ് നടക്കുന്നത്? 2024 ജൂൺ 4 ശേഷം ബാങ്ക് വിളി വരെയും നിരോധിക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഇനി 2024 നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ഇനി ഈ വർഷം ഇനി എന്തൊക്കെയാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്? ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൂടി തോളിൽ കൈയിട്ടുകൊണ്ട് ഈ NRCയും ഏക സിവിൽ കോഡും ഈ ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ പാസ്സാക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യചിഹ്നം. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ അകത്ത് കിടന്നാണ് ഇവർ കാണിക്കുന്നത്. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ഒരു പ്ലാനിങ് മാത്രമായിരുന്നു ഇത്. ഒരു ന്യൂനപക്ഷ സമുദായത്തിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നിർത്തി മറ്റ് ഭൂരിഭാഗ സമുദായത്തിനെ ഒരു ശത്രുപക്ഷത്തും നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഭരണം നിലനിർത്തി പോവുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടു പോയിരുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അമിത്ഷായ്ക്കായിരുന്നു. അമിത്ഷാ ആണ് ഇതുപോലുള്ള ഒരു തന്ത്രങ്ങൾ കൊണ്ടുവന്നതും മെനഞ്ഞെടുത്തതും. നമ്മുടെ മുമ്പിൽ BJP എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ NDA സഖ്യം കയറി വരുമ്പോൾ ഈ NRCയെ പോലുള്ള നിയമങ്ങൾ ഇനി എങ്ങനെ പാസ്സാക്കും? എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണ്. അത് ആ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ അതെല്ലാം ആ ബുൾഡോസർ രാജ എന്ന് പറയുന്ന സംഭവം കൂടിയൊക്കെ പെട്ടിയിലാക്കി നേരെ ബാക്ക് എവിടെയെങ്കിലും ഷെൽഫ് ഉണ്ടെങ്കിൽ അവിടെ പൂട്ടി വെക്കാനേ സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒന്നുമല്ല, ഇപ്പോൾ NDA സഖ്യമാണ്. മുമ്പ് ഒരു ആരെയും ബോധിപ്പിക്കേണ്ടുള്ള കാര്യം നരേന്ദ്രമോദിക്ക് ഇല്ലായിരുന്നു. ഒരു തീരുമാനം എടുക്കുന്നതിന് ആരുടെടുത്തും ചോദിക്കേണ്ടുള്ള ഒരു അവസരമില്ല, വേണ്ടായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു. ആരുടെടുത്തും കുനിഞ്ഞു നിൽക്കുകയോ ഇവരുടെ താങ്ങോ ഒന്നും ചോദിക്കണ്ടായിരുന്നു. പക്ഷേ ഇനി കളി മാറുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും വന്നിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന് കിട്ടിയിട്ടുള്ള വോട്ട് ഭൂരിഭാഗവും മുസ്ലിം വോട്ടാണ്. അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു ആ സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം 4% മുസ്ലിങ്ങൾക്ക് സംവരണം ഞാൻ കൊടുക്കും എന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാറും ഒട്ടും കുറച്ചിട്ടില്ല. ബീഹാറിൽ നല്ല ഭൂരിഭാഗം ഒരു വിഭാഗം മുസ്ലിങ്ങൾ നിതീഷ് കുമാറിനും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിതീഷ് കുമാർ മുസ്ലിങ്ങളുടെ കുറെ കാര്യങ്ങൾക്ക് ഒരു പ്രോമിസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇവരുടെയൊക്കെ തള്ളിക്കൊണ്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നരേന്ദ്രമോദിയുടെ കൂടെ തോളിൽ കൈയിട്ട് വരുമ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവരുന്നിട്ടുള്ള ഈ യൂണിഫോം സിവിൽ കോഡ്, NRC പോലുള്ള ബില്ലുകൾ ഇനി എങ്ങനെ പാസ്സാക്കാൻ സാധിക്കും? ഇനി പാസ്സാക്കാൻ സാധിക്കത്തില്ല. അതുമല്ല, ചന്ദ്രബാബു നായിഡു മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള സംവരണം നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങി കൊടുക്കും എന്നുള്ള ഒരു സത്യാവസ്ഥ ഇവിടെ ഉണ്ട്. സർവ ഐശ്വര്യവും പുലർന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു 2024 ലോക്സഭ ഇലക്ഷൻ. ഇതുപോലൊരു മനോഹാരിത എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതാദ്യമായിട്ടാണ്. ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ജനാധിപത്യ രാജ്യമെന്ന് നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ അംബേദ്കർ എഴുതി വെച്ച നിയമവ്യവസ്ഥ വരെയും മാറ്റി എഴുതുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്നും ഇതുപോലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളോട് വളരെയധികം നന്ദി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഭൂരിഭാഗ സമുദായമായ ഹൈന്ദവ സമൂഹത്തിനോടും വളരെയധികം നന്ദിയുണ്ട്. കാരണം ഒരു സമൂഹത്തിനെ നിർത്തി ചൂഷണം ചെയ്യുന്നതിനെ നിങ്ങളും കൂടിയായിട്ടാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇവിടെ NRCയും ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലും ഇവിടെ യൂണിഫോം സിവിൽ കോഡും ഒന്നും വേണ്ട എന്ന് എല്ലാവരും കൂടിയായിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതാണ് ജനാധിപത്യം. ഇത് തന്നെ ഇനി അങ്ങോട്ട് തുടർന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രത്തോളം വേദനാജനകമായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെയും നമ്മളിവിടെ ജീവിച്ചിരുന്നത്. പല രീതിയിലുള്ള ചൂഷണങ്ങളായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ളതാണ് ഭരണം. ഇനി അങ്ങോട്ടുള്ള ഭരണമാകത്തുള്ളൂ. ഒരു ഭരണം നല്ലതാവണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു പ്രതിപക്ഷം വേണം. ഭരണപക്ഷം ചെയ്യുന്നത് കാര്യങ്ങളെ അത് കൃത്യമായിട്ട് നേരായ വഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം വേണം. ആ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇല്ലാത്ത പക്ഷം ഇരിക്കുന്നവർക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിനൊത്ത ഒരു അവസരമാണ്. കോൺഗ്രസ് ഇന്ത്യ സഖ്യം ചേർന്നുകൊണ്ടുള്ള ആ ഒരു പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ ലോക്സഭയിൽ കാണും.
ഇനി അങ്ങോട്ട് 140 എംപിമാരെ സഭയ്ക്ക് പുറത്തിരുത്തി സഭ കൂടി ബില്ല് പാസ്സാക്കാമെന്നുള്ള അമിത്ഷായുടെയൊക്കെ വിചാരം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇനി 235 എംപിമാരും മറ്റ് സ്വതന്ത്രരായിട്ടുള്ള എംപിമാരും അതർ എംപിമാരും കൂടി ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യും. ഇനി എന്തും നരേന്ദ്രമോദിക്ക് NDA സഖ്യത്തിനോട് ചോദിക്കാതെ ഒന്നും പാസ്സാക്കാനും സാധിക്കില്ല. അപ്പോൾ NRCയും ഏകീകൃത സിവിൽ കോഡും മറ്റേതൊക്കെ നിയമങ്ങളുണ്ടോ അതെല്ലാം ഒരു ഭാഗത്തേക്ക് തൽക്കാലം മടക്കി വെച്ച് നരേന്ദ്രമോദിക്ക് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിനെയും അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.